എൻ്റെ പേര് അഞ്ജന. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതാണ്. ഞാൻ ആദ്യം ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സിനെ കുറിച്ച് അറിയുന്നത് കാറ്റ് സെൻറ്റർ വഴിയാണ്. ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് റിവെറ്റ്, ഓട്ടോകാഡൊക്കെ കാറ്റ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് സ്കെച്ചപ്പ് ലൂമിയോ എന്ന് പറഞ്ഞുള്ള ആർക്കിടെക്ചറൽ കോഴ്സിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അതിലൊരു ചെറിയ ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇവിടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സുകൾ വരുന്നുണ്ടെന്ന് കേട്ടത്. അപ്പോൾ എന്തായാലും സ്കെച്ചപ്പ് ലൂമിയോണും ഡിസൈനിങ്ങും ഒക്കെ പഠിച്ചു. അപ്പോൾ ഒന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലൊന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ജോയിൻ ചെയ്തായിരുന്നു. ഞാൻ സിവിൽ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടു. അതിൽ കൺവിൻസ് ആയിട്ടാണ് ഞാൻ ഈ ഇൻറ്റേൺഷിപ്പിൽ, കോഴ്സല്ല ഇതൊരു ഇൻറ്റേൺഷിപ്പിൽ ജോയിൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെറും സ്കെച്ചപ്പും ലൂമിയോണും പോലുള്ള സോഫ്റ്റ്വെയറുകളല്ല ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ വേറെ തലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തന്നത്. ഇത് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ക്ലാസ്സിലോ തിയറി പോർഷൻസോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് സൈറ്റ് വിസിറ്റുകളുണ്ട്, പിന്നെ എസ്റ്റിമേഷൻസ്, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എല്ലാം. ഒരു കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഡിസൈനർ ആരായിരിക്കണം അതായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരുന്നത്. അതിന് ഇടയിൽ എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയുണ്ടായിരുന്നത്. പക്ഷെ ഞാനപ്പോൾ വിചാരിച്ചത് ഈ കോഴ്സ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോകണം, ഇൻറ്റീരിയറിൽ എൻ്റെ ഭാവി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാറിന് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നു. റീജോയിൻ ചെയ്താൽ മതി, കുഴപ്പമില്ല, റീജോയിൻ ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്ന് സാറിന് പറയുണ്ടായി. അങ്ങനെ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്തിട്ടാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കോഴ്സ് എന്ന നിലയിലല്ല, ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന നിലയിലാണ് സാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിയറി ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ട് എല്ലാം കണ്ട് പഠിച്ച് എല്ലാം സാർ നമ്മുടെ ഒപ്പം നിന്ന് തന്നെ എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിലാണ് ഇത്. നമുക്ക് പുറത്ത് പോയി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഇതിലൂടെ കിട്ടുന്നുണ്ട്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും ഈ ഇൻറ്റേൺഷിപ്പിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. ഒരു ബിഗിനറിന് എങ്ങനെ എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും സാർ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് ക്ലാസ് അല്ല, ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെ നമ്മൾ അങ്ങോട്ടും സാർ ഇങ്ങോട്ടും അങ്ങനെയാണ് നമുക്ക് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഞങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്. സൈറ്റ് വിസിറ്റുകളുണ്ട്. നമുക്ക് പ്രാക്ടിക്കലായി നമ്മൾ തിയറിയിൽ പഠിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് നമ്മുടെ കൺമുന്നിൽ സാറ് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്, ഒരു പ്ലൈവുഡ്, ഒരു മൾട്ടിവുഡ് മാത്രമേ എനിക്ക് അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ പ്ലൈവുഡിൽ തന്നെ പല പല ടേംസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പറഞ്ഞ പോലെ ഒരു ഹിഞ്ചസിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ആകെ എനിക്ക് അറിയുന്നത് ജനലിലും വാതിലിലും വെക്കുന്ന ഹിഞ്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഹിഞ്ചിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സാർ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ സാർ ഇരിക്കുന്നുണ്ട്. പുതിയ മാർക്കറ്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുതുതായി നമ്മളൊരു കമ്പനി തുടങ്ങി എന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്കൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം, അതൊക്കെ സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് തന്നെ സാറ് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ കണ്ടാൽ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സിവിൽ കഴിഞ്ഞവർക്കും സിവിൽ അല്ലാത്തവർക്ക് വരെ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒന്നും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങിയാലോ എന്ന് പോലും ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്.